ഹലോ. ഓണമൊക്കെ അല്ലേ വരുന്നത്. നമുക്ക് പാലില്ലാതൊരു പാലട പായസം ഉണ്ടാക്കിയാലോ? അതും എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട്. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അടയൊന്ന് കുക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ 1 കപ്പ് അട, അതായത് 200 ഗ്രാം അടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 കപ്പ് വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ഒരു കഴുകിയിട്ടുള്ള അട ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് സൂരജിൻ്റെ പാലട എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. എനിക്കിതാ ഈ ഒരു പ്രീസ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് കിട്ടിയത്. വലിയ സുഖമില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒന്നുകിൽ വെള്ള കളറിലുള്ള അടയും വാങ്ങിക്കാൻ കിട്ടും, അതല്ലെങ്കിൽ ഇതുപോലെ റെഡ് കളറിൽ മട്ട അരി കൊണ്ടുള്ള അടയും നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. ഏതാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് എടുത്ത് നോക്കാം. 10-15 മിനിറ്റിനുള്ളിൽ തന്നെ കുക്ക് ചെയ്ത് കിട്ടും. കൂടുതൽ വേവൊന്നുമില്ല. ഓക്കെ, ഇത് നന്നായിട്ട് കുറച്ചധികം വെള്ളത്തിൽ ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് വെള്ളം ഒന്ന് അരിപ്പയിൽ കൂടെ മാറ്റിയിട്ട് നമുക്ക് പച്ചവെള്ളം കൊണ്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് കഴുകിയെടുക്കണം. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ജസ്റ്റ് പഞ്ചസാര മാത്രം ഒന്ന് അടി പരത്തിയിടുക. എന്നിട്ട് അത് കാരമലൈസ് ചെയ്യാൻ എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ, അതിനെ കരിച്ചെടുക്കുക പറയില്ലേ. പക്ഷെ ഒരുപാടിട്ട് എന്താ പറയുക, കറുത്ത കളറാക്കരുത്. ഒരു ഗോൾഡൻ കളർ വരെ മാത്രം നമ്മളിതൊന്ന് അലിയിച്ചെടുക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് അതവിടെ ഇരിക്കട്ടെ. അപ്പോഴൊക്കെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. ഇനി ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മിൽക്ക് പൗഡർ ഒന്ന് കലക്കിയെടുക്കണം. അപ്പം ഞാനിവിടെ 200 ഗ്രാം അടയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ 200 ഗ്രാം മിൽക്ക് പൗഡറുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ അമൂല്യയുടെ 200 ഗ്രാം പാക്കറ്റിൻ്റെ പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഒരുപാട് തിളച്ച വെള്ളമല്ല, എന്നാൽ തണുത്ത വെള്ളമല്ലാതെ നമുക്ക് അത്യാവശ്യം ചൂടുള്ള വെള്ളമായിരിക്കണം. അത് നമുക്കൊരു 7 കപ്പ് നമുക്ക് ഒഴിച്ചിട്ട് പെട്ടെന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബിസ്ക് യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് സ്പൂൺ കൊണ്ട് യൂസ് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോഴേക്കും നമ്മുടെ പഞ്ചസാര സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഗോൾഡൻ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അടുത്തുനിന്ന് മാറിപ്പോകരുത്. ഇത് നന്നായിട്ട് മെൽട്ടാവുന്നവരെ നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. അതല്ലെങ്കിൽ ഇത് ഒരു കയ്പ്പ് ടേസ്റ്റിലേക്ക് മാറും. അപ്പോൾ ആ ഗോൾഡൻ കളർ കറക്റ്റ് കിട്ടുന്നവരെ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിച്ചാൽ മതി, പക്ഷേ കുറച്ച് മാറി നിന്ന് ഒഴിക്കണേ. നമ്മളെ മേത്തേക്കൊക്കെ തെറിക്കാനുള്ളൊരു ചാൻസ് കൂടുതലുള്ള ഒരു സംഭവമാണിത്. നമ്മൾ വെള്ളം ഒഴിച്ച് പാടെ അതിങ്ങനെ കട്ട കുത്തും, നേരത്തെ കാരമലൈസ് ചെയ്തത്. പക്ഷെ അത് കുഴപ്പമില്ല, നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ആ കട്ടകളൊക്കെ ഉടഞ്ഞു കിട്ടും. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പാൽപ്പൊടിയും വെള്ളവും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഇത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അട നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വെന്ത അടയാണ്, പക്ഷെ നമ്മളത് പച്ചവെള്ളത്തിലൊക്കെ നന്നായിട്ട് കഴുകി എടുക്കുമ്പോൾ അതിങ്ങനെ വിട്ട് വന്നോളും. ആ ചൂടുള്ള അട അങ്ങനെ നമ്മൾ വെക്കുകയാണെങ്കിൽ അത് കട്ട കുത്തുവേ. ഇപ്പോൾ നമ്മളുടെ പാലും അതേപോലെ തന്നെ കാരമലൈസ് ചെയ്തതും എല്ലാം കൂടി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അട ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വേവിച്ച ശേഷം ആ തിളച്ച വെള്ളം ഊറ്റിക്കളഞ്ഞ് അതിലേക്ക് നന്നായിട്ട് തണുത്ത വെള്ളം യൂസ് ചെയ്തിട്ട്, അതായത് നോർമൽ വാട്ടർ, പൈപ്പിൽ റണ്ണിങ് വാട്ടർ യൂസ് ചെയ്തിട്ട് കഴുകി എടുത്തിട്ടുള്ള അടയാണ്. അത് മുഴുവൻ വെള്ളമൊക്കെ വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അധികം കൈയെടുക്കാതെ ഇളക്കുമായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഈ ഒരു പാത്രം ആയതുകൊണ്ട് അത്ര അങ്ങനെ അടി പിടിക്കാനുള്ള ചാൻസ് ഇല്ല. നിങ്ങൾ മറ്റു പാത്രങ്ങളിലാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ കൈ എടുക്കാതെ കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 10 മിനിറ്റ് ഇളക്കുമ്പോഴേക്കും അത്യാവശ്യം ഇതൊന്ന് കുറുകി വരും. അപ്പോൾ നമ്മളിതിലേക്ക് ബാക്കി നിങ്ങളുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാരയും കൂടി ചേർക്കുക. ഇപ്പോൾ നമ്മൾ ആകെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അടയ്ക്ക് നമുക്ക് ആക്ച്വലി 2 കപ്പ് പഞ്ചസാര വരെ യൂസ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ മിഠായി മീറ്റും കൂടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ വീണ്ടും ഒരു 1/2 കപ്പും കൂടി പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മധുരം നോക്കിയിട്ട് നിങ്ങൾ ലാസ്റ്റ് ആഡ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്ന ശേഷം മാത്രം നമ്മൾ ബാക്കി മധുരം ആഡ് ചെയ്ത് കൊടുക്കുക. അതും ഇങ്ങനെ ഒരുമിച്ച് ആഡ് ചെയ്യാതെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ടേ. വീണ്ടും ഇതൊരു 10 മിനിറ്റും കൂടി നമുക്ക് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പായസം കറക്റ്റ് സെറ്റാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിവിടെ മിഠായി മീറ്റ് ചേർത്ത് കൊടുക്കുന്നത്. അതും 200 ഗ്രാം ആണ്. ഓക്കെ, അപ്പോൾ 200 ഗ്രാം അട, 200 ഗ്രാം പാൽപ്പൊടി, 200 ഗ്രാം മിഠായി മീറ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് പാൽപ്പൊടിയുടെ അളവ് വേണമെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ എടുക്കാം. 200 ഗ്രാം എടുത്തത് 300 ഗ്രാം എടുക്കാം. അപ്പോൾ മിഠായി മീറ്റ് വേണമെന്നില്ല. അതുപോലെ പഞ്ചസാരയുടെ അളവും കുറച്ചൊന്ന് കൂട്ടി കൊടുക്കാം. ഇനി ലാസ്റ്റ് ഞാനിവിടെ നെയ്യിൽ വറുത്തിട്ടുള്ള കിസ്മിസും അണ്ടിപ്പരിപ്പ് നോക്കിയപ്പോൾ ഈ പ്രദേശത്തില്ല, അതുകൊണ്ട് ഞാൻ ഉള്ള ഒരു നട്ടായിട്ടുള്ള ബദാം ഇട്ടു.
അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പക്ഷേ എനിക്കിങ്ങനെ പായസത്തിൽ അത് കടിക്കുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഇട്ടു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് വെറുതെ നെയ്യ് മാത്രം യൂസ് ചെയ്യണമെങ്കിൽ നെയ്യ് മാത്രം 1 സ്പൂൺ ഇട്ടാൽ മതി. അതല്ല ബട്ടർ ഇടണമെങ്കിൽ ബട്ടർ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പായസം റെഡി. ഇതിനി കുറച്ച് നേരം കൂടി ഇരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ഇപ്പോൾ കുറച്ചും കൂടി വാട്ടറി പോലെ ഉണ്ട് അല്ലേ, പക്ഷെ കുറച്ച് നേരം കൂടി ഇരിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരും. പിന്നെ ചില ആളുകൾക്ക് ഇങ്ങനെ തന്നെ കുടിക്കാനാണ് ഇഷ്ടം, ഒരുപാട് തിക്കായി കഴിഞ്ഞാലും ഇഷ്ടമല്ല. അപ്പോൾ അത് നിങ്ങളുടെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് നിങ്ങൾ സ്റ്റൗ ഓഫ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്